ഓക്കെ, നമ്മൾ 9ാം ക്ലാസ്സിൽ പക്ഷി और दीमक എന്നുള്ളതിലെ പാഠത്തിലെ ക്ലാസ് ടെസ്റ്റ് 6ാമത്തേത്. बैलगाड़ी वाला एक पंग लेकर कितनी दीमकें देता था? എത്ര ചിതലുകളെയാണ് കൊടുത്തിരുന്നത് ഒരു തൂവലിന് പകരം? ദോ അല്ലേ? दो दीमकें देता था. पूर्ण वाक्यത്തിലാണ് ഞാൻ എഴുതുന്നത്. पक्षी और दीमक नामक कहानी के अंत में नौजवान पक्षी का क्या हाल हुआ? ഈ കഥയുടെ അവസാനം ചെറുപ്പക്കാരൻ പക്ഷിയുടെ അവസ്ഥ എന്തായിരുന്നു? दीमकों के लिए गाड़ी वाले को पंख तोड़ कर देने के कारण नौजवान पक्षी के पंखों की संख्या लगातार घटती चली गई. കുറഞ്ഞുകൊണ്ടേയിരുന്നു. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. न बहुत समय तक पंख उसे सहारा दे सकते थे. धीरे धीरे उसकी उड़ने की शक्ति नष्ट हो गई. बीच बीच में गाड़ी वाला बुत्ता दे जाता. वह कहीं नजर में न आता. पक्षी उसके इंतजार में खुलता रहता, लेकिन दीमकों का शौक उसमें था. इसलिए वह जमीन पर उतरकर दीमकें चुन चुन कर खाने के बजाय उन्हें इकट्ठा करने लगा. एक दिन गाड़ी वाला वहां आ गया. नौजवान पक्षी बहुत निराश हो जाता है. एक दिन एक काली बिल्ली आकर उसे पकड़कर खाती है. അപ്പോൾ ഇവിടെ ഒരു വാക്കുണ്ട്, एक दिन गाड़ी वाला वहां आ गया. വന്നപ്പോൾ എന്തായി? അയാള് ഈ ദീമക്കേം ലേക്കർ പങ്ക് ദേനെ കോ തയ്യാർ ഹോ ഗയാ ക്യാ? നഹീം. അപ്പൊ നമുക്ക് അവിടെ എഴുതണം. എന്താണ് എഴുതേണ്ടത്? लेकिन दीमकों के बदले पंख, दीमकों के बदले पंख देने के लिए ഇവിടെ നോക്ക്, लेकिन दीमकों के बदले എന്ന് വേണം. बदले എന്ന് പറഞ്ഞാൽ പകരം. लेकिन दीमकों के बदले पंख देने के लिए वह तैयार नहीं था. ആരാണ് ഈ വഹ്? ഗാഡി വാല അല്ലേ? വഹ് തയ്യാർ നഹീ था. അപ്പൊ അയാൾ തയ്യാറാവാത്തത് കൊണ്ടാണ് നിരാശനായത്. उन्हें इकट्ठा करने लगा. एक दिन गाड़ी वाला वहां आ गया, लेकिन दीमकों के बदले पंख देने के लिए वह तैयार नहीं था. नौजवान पक्षी बहुत निराश हो जाता है. एक दिन एक काली बिल्ली आकर उसे पकड़कर खा जाती है. यानी जिसमें निहित सर्वनाम क्या है അല്ലെങ്കിൽ ചിലപ്പോൾ कौन सा है. जिसमें എന്നുള്ളതിൽ സർവനാമം എന്ന് പറയുന്നത് ജോ ആണ്. എന്തുകൊണ്ട്? ജോ എന്നുള്ളതിൻ്റെ കൂടെ മേം എന്നുള്ള പ്രത്യയം ചേർത്താലാണ് ജിസ്മേം എന്നായി മാറുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമായ ചിഹ്നങ്ങൾ ചേർത്ത് നോക്കാം. ജോ പ്ലസ് മേം. ജോ എന്നുള്ള സർവനാമത്തിൻ്റെ കൂടെ മേ എന്നുള്ള പ്രത്യയം ചേർത്താൽ ജോ പ്ലസ് മേം ആണ് ജിസ്മേം. അപ്പോൾ ജിസ്മേം എന്നുള്ളതിലെ സർവനാമാണ് ജോ. ജോ പ്ലസ് മേം ജിസ്മേം. നീല ആസ്മാൻ മേ വിശേഷൺ ശബ്ദ കോൻസാ ഹേ. ആകാശത്തെ നീല എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നീല എന്നുള്ളതാണ് ഉത്തരം. उत्तरम नीला. सही मिलान करे. नौजवान പക്ഷി घास के गाड़ी वाला रुक गया. രണ്ടും തമ്മിൽ ബന്ധമില്ല, നേർക്ക് നേരെ എഴുതിയിട്ടില്ല അല്ലേ? നൗജവാൻ പക്ഷി ദീമക്കോങ്കോ പങ്ക് കെ ബദലെ ദീമക് നഹീം.
അതും തമ്മിലും ബന്ധമില്ല. പഹച്ചാനി ആവാസ് ഉൻകർ ഏക്ക് ലഹരാത്തെ ഗുച്ഛേ മേ ബൈഠ മേ ദീമക്കോങ്കെ ബദലെ പങ്ക് ലേത്താ ഹൂം ഗാനെ കെ ബജായ് ഇക്കട്ട കർ ലേത്താ. അപ്പോൾ ഇതൊന്നും നമ്മൾ ചേരുംപടി ചേർത്തല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രമത്തിൽ എഴുതണം. നൗജവാൻ പക്ഷി ഘാസ് കെ, അപ്പോൾ ഇവിടെ ഇതാന്ന് എഴുതണ്ടല്ലേ, ഏക്ക് ലഹരാത്തെ ഗുച്ഛേ മേ ബൈഠ. അത് കോപ്പി ചെയ്ത് ഇവിടെ ഇടുക. ഇപ്പം നേർക്ക് നേരെ എഴുതിയാൽ നൗജവാൻ പക്ഷി ഘാസ് കെ ഏക്ക് ലഹരാത്തെ ഗുച്ഛേ മേ ബൈഠ. 2 നൗജവാൻ പക്ഷി ദീമക്കോങ്കോ ഖാനെ കെ ബജായ് ഇക്കട്ട കർ ലേത്താ. അല്ലേ, അവസാനമായപ്പോൾ ഈ ചെതലുകളെ ശേഖരിച്ച് തിന്നുന്നതിന് പകരം ഇക്കട്ട കർ ലേത്താ ശേഖരിച്ചു വെച്ചു. പഹച്ചാനി ആവാസ് സുൻകർ പരിചയമുള്ള ശബ്ദം കേട്ടിട്ട് ഗാഡി വാല രുക്കുകയാ. അല്ലേ, അപ്പോൾ ഇപ്പം നമ്മൾ ചേരുംപടി ചേർത്ത് സഹി മിലാനിൽ എഴുതും. മേൻ ദീമക്കോങ്കെ ബദലേ പങ്ക് ലേത്താഹും, പങ്ക് കെ ബദലേ ദീമക്ക് നഹീം. അല്ലാണ്ട് തൂവലിന് പകരം ഞാൻ ചെതലിനെ വാങ്ങൂല. അത് വണ്ടിക്കാരൻ്റെ വാക്കുകളാണ്. വണ്ടിക്കാരൻ്റെ വാക്കുകൾ എന്താണ്? മേ ദീമക്കോങ്കെ ബദലേ പങ്ക് ലേത്താഹും, ഞാൻ ചെതലുകൾക്ക് പകരം തൂവൽ ശേഖരിക്കുന്നയാളാണ്, അല്ലാണ്ട് തൂവലുകൾ തന്നിട്ട് ദീമക്കിനെ ശേഖരിക്കൂല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ശരിക്കും എഴുതി വെച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പം ഈ ചോദ്യം കണ്ടാൽ ഇതിൽ ചേരുംപടി ചേർത്ത് എഴുതണം അല്ലേ. ഇതിപ്പോൾ തെറ്റായ രീതിയിലാണ് നേർക്ക് നേരെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ശരിയായ രീതിയിൽ എഴുതി ഒന്നുകിൽ ഇതേപോലെ കള്ളി വരച്ച് എഴുതുക, ഇല്ലെങ്കിൽ നവജവാൻ പക്ഷി ഘാസ് കെ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കാം, നവജവാൻ പക്ഷി എന്ന് നമ്മൾ ഉത്തരം എഴുതുമ്പം, പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ നവജവാൻ പക്ഷി ഘാസ് കെ എന്ന് എഴുതി ഒരു വരയിട്ട് അതിന് ചേർന്ന് എന്താണ്, ഘാസ് കെ ഏക്ക് ലഹരാത്തെ ഗുച്ഛേ മേ ബൈഠ. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ചതുരം വരക്കുന്നില്ലെങ്കിൽ നേർക്ക് നേരെ എഴുതി വെച്ചാൽ മതി. 4 എണ്ണം, ഈ 1 മാത്രമല്ല, 1 2 3 4 എണ്ണം ഇതേപോലെ എഴുതിയാൽ മതി. ഇനി 6 കോഷ്ടക് സെ ഉചിത് ശബ്ദ സഹി സ്ഥാൻ पर रखकर वाक्य पिरामिड की पूर्ति करें. കോഷ്ടക് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ 2 വാക്ക് കൊടുത്തിട്ടുണ്ട്. പങ്കോങ്കി ധീരെ ധീരെ, കം ഹോത്തി ഗയി, ശക്തി കം ഹോത്തി ഗയി. അപ്പോൾ ആദ്യം കംന്നേ ഉള്ളൂ, അത് ഇടിയുണ്ട്. കം ഹോത്തി ഗയി, ശക്തി കുറഞ്ഞു വന്നു. ഇനി ഉത്തരം എഴുതുമ്പോൾ മൂന്നാമത്തേത് നമുക്ക് ഈ രണ്ടാമത്തേത് തന്നെ എഴുതണം. ശക്തി കം ഹോത്തി ഗയി എന്ന് നമുക്ക് എഴുതണം. ഈ രണ്ടാമത്തേത് മൂന്നാമത്തേതിലുണ്ടാവും. ഇതാ നമ്മളെ ഉത്തരം, ആദ്യത്തെ ഉത്തരം. എന്നിട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഒരു വാക്ക് കൂടി ചേർക്കണം. അപ്പോൾ എന്തായി നോക്ക്, ധീരെ ധീരെ ശക്തി കം ഹോത്തി ഗയി. ഇനി അടുത്തത് പങ്കോങ്കി. ഇത് നമ്മൾ കൂട്ടിച്ചേർക്കണം. ഇത് ഏടെ കൂട്ടിച്ചേർക്കും? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ധീരെ ധീരെ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്ത് കട്ട് ചെയ്തിട്ട് പങ്കോങ്കി ശക്തി എന്നാണ് വരിക. അപ്പോൾ ഇടിങ്ങനെയാണ് വേണ്ടത്. ശക്തി ധീരെ ധീരെ കം ഹോത്തി ഗയി ഇങ്ങനെ വേണ്ടത്. ഇതിൻ്റെ ഇടയിലാണ് വരിക. ഇനി നാലാമത്തേത് എഴുതുമ്പോൾ നമ്മളിത് കോപ്പി ചെയ്ത് ഇതിൻ്റെ മുമ്പിൽ പങ്കോങ്കി. നോക്ക്, ഇപ്പം ശരിയല്ലേ, ഒരു പിരമിഡ് പോലെയല്ലേ. कम होती गई, शक्ति कम होती गई, शक्ति धीरे धीरे कम होती गई, पंखोंगी ശക്തി ധീരെ ധീരെ കം ഹോത്തി ഗൈ. അപ്പോൾ ഇത്ര വലിപ്പമുള്ളൂ. അടുത്തത് കുറച്ചും കൂടി വലിയ സ്റ്റെപ്പായി, പിന്നെ കുറേ കൂടി വലുത്, പിന്നെ കുറേ കൂടി വലുത് അല്ലേ. കം ഹോത്തി ഗൈ, ശക്തി കം ഹോത്തി ഗൈ. ഇത് ചോദ്യത്തിലുണ്ട്. നമ്മളിത് രണ്ടും എഴുതുന്നുണ്ട്. ഈ ധീരെ ധീരെ എന്ന് ഇവിടെ ചേർത്തിട്ട് അല്ലേ, ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ചേർത്തത്, ഇവിടെ ചേർത്തത് അല്ലേ. ശക്തി കം ഹോത്തി ഗൈ എന്നുള്ളത് ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ശക്തി ധീരെ ധീരെ കം ഹോത്തി ഗൈ. നാലാമത്തേത് നമ്മൾ പങ്കോങ്കി എന്ന് കൂട്ടിച്ചേർത്തു ഇടാം അല്ലേ. ധീരെ ധീരെ എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പിൽ ഈ വാക്ക് തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പങ്കോങ്കി ശക്തി ധീരെ ധീരെ കം ഹോത്തി ഗൈ. ഇനി 7 ആജ് കെ സമാനെ മേ പക്ഷി और दीमक नामक कहानी की प्रासंगिकता. ഇത് എത്രത്തോളം പ്രസക്തമാണ്. आज का ज़माना सभी प्रकार की सुख सुविधाओं से भरपूर है. नई पीढ़ी उसके पीछे पड़ रही है.
वह प्रलोभन में फंसकर अपने अस्तित्व को खो देने में भी नहीं हिचकती. हिचकना मടി കാണിക്കുക, നഹീം ഹിചക്തി മടിക്കുന്നില്ല. उन्हें बचाने के लिए बुजुर्गों की तरफ से जो प्रयास होता है उसे भी वह ധിക്കാർത്തി है. ബുജുർഗ് എന്ന് പറഞ്ഞാൽ മുതിർന്ന ആൾക്കാർ, അവരെ നേരെയാക്കാൻ വേണ്ടി പരിശ്രമം കർത്താ ഹെ. പക്ഷേ ഈ പുതിയ തലമുറ അവരെ ധിക്കാർത്തി ഹെ. പീഠി സ്ത്രീലിംഗ പദായത് കൊണ്ടാണ് ധിക്കാർത്തി ഹെ. अंत में जब धोखेबाजी समझ लेती है तभी सब कुछ खो बैठता है. അവസാനം ചതി മനസ്സിലാക്കുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. तभी सब कुछ खो बैठता है. इस निगाह से देखा जाए तो മുക്തിബോധ് എന്ന് പറയുന്നത് ഈ കഹാനി പക്ഷി और दीमक എഴുതിയ കഹാനികാരാണ്. कि പക്ഷി और दीमक कहानी प्रासंगिक ही है. आजकल कॉरपोरेट हमें लूट रहे हैं. विज्ञापन के जरिए हमारे सामने कई प्रलोभन प्रस्तुत करते हैं. हम नौजवान बिना सोचे समझे उस पर फंस जाते हैं. अंत में हम अपना अस्तित्व खोते हैं. जब हम अपनी गलती समझते हैं तब तक सब कुछ नष्ट हो जाता है. शोषण के इस जमाने में यह कहानी बिल्कुल प्रासंगिक है. ഈ ചോദ്യം ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്. आज के जमाने में പക്ഷി और दीमक नामक कहानी की प्रासंगिकता क्या है? അത് നിങ്ങൾക്ക് നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്. അടുത്തത്, निराश पक्षी अपने पिता से मिला. इस प्रसंग पर पक्षी और पिता के बीच का वार्तालाप लिखे. അവസാനം തൻ്റെ ചിറകുകളിലെ തൂവലൊക്കെ നഷ്ടപ്പെട്ട് പറക്കാൻ പറ്റാതായ പക്ഷി ഒരു ദിവസം അച്ഛനെ കണ്ടു. അവർ തമ്മിലുള്ള സംഭാഷണം, അതാണ് वार्तालाप लिखे. പക്ഷി, पिताजी मेरी यह हालत देखा आपने? गाड़ी वाले ने मुझे धोखा दिया. अब मैं उड़ भी नहीं सकता. पिता, हाँ, इस पर मुझे भी दुख है. പക്ഷി, क्या करूं पिताजी? दीमकों के शौक में सब पंख नष्ट कर दिए. पिता, मैंने तुमको चेतावनी दी थी ना. ചേതാവനി എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്. മഗർ തുമ്നെ നക്കാര, പക്ഷെ നീ അത് കേട്ടില്ല. നക്കാർന തിരസ്കരിക്കുക, സ്വീകരിക്കാതിരിക്കുക. സ്വീകാർ കർണ എന്നുള്ളതിൻ്റെ എതിർപ്പതാണ് നക്കാർന. പക്ഷി, ठीक कहती है आप. मैं अब समझी. आपकी बात न मानने से मेरी यह हालत हुई. അങ്ങ് പറഞ്ഞ വാക്ക് കേൾക്കാത്തത് കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്, ഈ അവസ്ഥ വന്നത്. പിതാ, അപ്തോ പച്ചത്താനേസെ ക്യാ ഫായദ? പച്ചത്താന എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുക. പശ്ചാത്തപിച്ചത് കൊണ്ട് എന്താ കാര്യം? ഖോയേ ഹുയേ അസ്തിത്വ് വാപ്പസ് നഹി മിൽത്തെ. നഷ്ടപ്പെട്ട നിലനിൽപ്പ് നിനക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷി, मैं दीमक के इकट्ठा करके उसे देकर गाड़ी वाले से पंग वापस लूंगा. ഞാൻ ചിതലുകളെ ശേഖരിച്ച് അത് കൊടുത്ത് വണ്ടിക്കാരനിൽ നിന്ന് എൻ്റെ തൂവലുകൾ തിരിച്ചു വാങ്ങും. पिता, मुझे विश्वास नहीं हो रहा है तुमको पंग वापस मिलेंगी. लेकिन പരിശ്രമം കരോ. നിനക്ക് നിന്റെ ചിറക് തിരിച്ചു കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല, എന്നാലും പരിശ്രമിക്കൂ. പക്ഷി, ठीक है पिताजी.